നെറ്റിയിലൊരു തണുപ്പ് വീണതും ആരോ മിഴികൾ തുറന്നു. പുഞ്ചിരിയോടെ നന്ദിനിയും അവളുടെ ഏണിൽ മകളും ഇരിക്കുന്നു. എത്ര അസ്വസ്ഥത നിറഞ്ഞ മനസ്സാണെങ്കിലും അവളുടെ ഒരു പുഞ്ചിരിക്ക് അതിനെ തണുപ്പിക്കാൻ കഴിയുമെന്ന് തോന്നി. ചൂടൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും അയാളൊന്നും മന്ദഹസിച്ചു. എഴുന്നേൽക്കാരോ, അവൾ നിർബന്ധിച്ചതോടെ അയാൾ എഴുന്നേറ്റു. കടുത്ത പനിയായതിനാൽ ശരീരത്തിൽ നല്ല ക്ഷീണമുണ്ട്. നന്ദിനി മോളെ കിടക്കയിലേക്ക് ഇരുത്തി ഊണ് പൊതി മാറ്റിവെച്ചു. ആ സമയത്താണ് ആരവ് എഴുന്നേറ്റത്. നിൽക്കുന്നയിടയിൽ അയാൾ ബാലൻസ് തെറ്റി അവളെ കയറി പിടിച്ചു. പെട്ടെന്ന് ഒന്നെട്ടിയെങ്കിലും അയാളെ ചുറ്റിപ്പിടിച്ചു. അവന്റെ ഭാരം താങ്ങാനാവാതെ കിടക്കയിലേക്ക് വീണു. നന്ദിനിക്കുട്ടി താഴെയും ആരവും മുകളിലുമായി. അവളുടെ നോട്ടം അവന്റെ മിഴികൾ ചെന്ന് തറച്ചു. മിഴികൾ പരസ്പരം കോർത്തതും അവളുടെ ഉള്ളൊന്ന് പിടച്ചു. ആ വലിയ അഗാധമായ പ്രണയം നന്ദിനിക്കുട്ടിയുടെ കണ്ണുകളിലൂടെ ഒഴുകി ആരവിന്റെ മിഴികളിലേക്ക് ഇറങ്ങി. കരുനീല നയനങ്ങൾ ഒന്ന് പിടച്ചു. ചെറിയ ഒരു പുഞ്ചിരിയോടെ ആരവ് വെപ്രാളത്തോടെ എഴുന്നേറ്റതും വീണ്ടും അവളിലേക്ക് വീണു. അവളിലെ ചൂടും വിശ്വാസം അവളുടെ മുഖത്തേക്ക് പതിച്ചു. അയാളുടെ പനിച്ചൂട് ഏറ്റുവാങ്ങാനായി മനം തുടിച്ചതും അവൾ അവനെ തന്നിലേക്ക് കൂടുതൽ വരിഞ്ഞു മുറുക്കി. വിടു ടീച്ചറെ. ആരവ് പിടഞ്ഞെഴുന്നേൽക്കാൻ വീണ്ടും ശ്രമിച്ചെങ്കിലും പിടിവിടാതെ അവനെ തന്നിലേക്ക് ആവാഹിക്കാൻ നന്ദിനിക്കുട്ടി ശ്രമിച്ചു. അവളിലെ പ്രണയത്തിന്റെ പൂക്കൾ വർണ്ണമഴ പെയ്തു തുടങ്ങി. വിവാഹം കഴിക്കാതെ ആദ്യമായി മറ്റൊരു പുരുഷനോട് തോന്നിയ പ്രണയം ശാന്തമായ ഒരു പുഴയായി ഒഴുകാനായി നന്ദിനിക്കുട്ടി ശ്രമിച്ചു. ലവ് യു ആരോ, മൃദുമന്ത്രണം പോലെ അവൾ അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. എന്താ ടീച്ചറെ കാണിക്കുന്നത്? നിങ്ങൾക്ക് 1 രൂപയുടെ വിവരം പോലും ഇല്ലേ? അവളിൽ നിന്നും ദേഷ്യം ഇരമ്പലോടെ കാതിൽ തുളച്ചു കയറിയതും അവളുടെ കൈകൾ മെല്ലെ അഴിഞ്ഞു. അയാൾ പ്രയാസപ്പെട്ട് എഴുന്നേറ്റു. നന്ദിയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു വന്നു. പിന്നെ ഒരു പുഴയായി ഒഴുകി. ആരോ ഞാൻ. വാക്കുകൾ പഞ്ഞു വന്നു തുടങ്ങിയതോടെ അവൾ ശ്വാസം മുട്ടിപ്പിടഞ്ഞു. എന്റെ മോളോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി എന്തോ ആകാന്ന് കരുതിയോ? അവന്റെ വാക്കുകൾ പതിയെ തീയെ പടർന്നു തുടങ്ങി. ആരവിൽ നിന്നും ഉയർന്ന ഓരോ വാക്കുകളും നന്ദിയുടെ നെഞ്ചിൽ വന്ന് തറച്ചു കയറി. നിങ്ങൾ പണക്കാർക്ക് എല്ലാം ടൈം പാസ്സാണ്. സാധാരണ വീട്ടിലെ ആണുങ്ങളെ കാണുമ്പോഴുള്ള ഇളക്കം അതൊക്കെ എന്റെ അടുത്ത് വേണ്ട. ആരോ ഞാൻ, എന്നൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. മുറിവേറ്റ പക്ഷിയെപ്പോലെ അവൾ പിടഞ്ഞു വീണിട്ടും അവനിൽ നിന്നും ദേഷ്യം നിലച്ചില്ല. ഇറങ്ങിപ്പോ, എനിക്ക് നിങ്ങളെ കാണണ്ട. അതോടെ നന്ദിനിക്കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മോളെയും വാരിയെടുത്ത് ഹൃദയം നൊന്ത് ഉറക്കി കരഞ്ഞു. പ്രാണൻ ശരീരത്തിൽ നിന്നും വിട്ടകലിന് വേദനയോടെ നിലവിളിച്ചു. എനിക്കിഷ്ടാ എന്റെ മോളെയും അവളുടെ അച്ഛനെയും. നന്ദിനിയിൽ നിന്നും ഉയർന്ന ദയനീയമായ നിലവിളി കേട്ട് ആരതി മോളും കൂടെ കരഞ്ഞു. മോളെയും വാരിപ്പിടിച്ച് അവൾ ആരവിന്റെ കാലിലേക്ക് വീണു. എനിക്ക് സമയം പോവാനല്ലാരോ, നിന്നോടുള്ള എന്റെ പ്രണയാണ്. ഉറവ് പറ്റാത്ത കടൽ പോലെ എന്നിലത് തകർത്താഞ്ഞു വീശുന്നുണ്ട് പടുകൂറ്റൻ തിരമാലകളായി. ആരവിന്റെ കാലുകളിൽ അശ്രുപൂജ ചെയ്ത് നന്ദിനിക്കുട്ടി പിന്നെയും ഉറക്കി കരഞ്ഞു. മരിച്ചിട്ടും പ്രാണനായി അമ്മുവിനെ പൊതിഞ്ഞു പിടിച്ച് പ്രണയിക്കുന്ന നിന്നെ എനിക്ക് ഇഷ്ടാരോ. പ്രണയം യാചിച്ച് നേടുന്നതല്ലെന്നറിയാം, പക്ഷേ എനിക്കിതിനെ കഴിയൂ. എന്നെ ഉപേക്ഷിക്കില്ല ആരോ. നിന്നിലൂടെ ഞാൻ എൻ്റെ തകർന്നു പോയ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. കാലിൽ വീണ് കടന്ന് കരയുന്ന നന്ദിനിക്കുട്ടിയുടെ നോവായി അവനും തകർത്ത് പെയ്യുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും പ്രണയമായിരുന്നില്ല. ഒരിഷ്ടം, സ്വന്തം മകളെ ജീവനായി കാണുന്ന ടീച്ചറോടുള്ള സാധാരണ ഒരു ഇഷ്ടം. തനിക്ക് സ്നേഹിക്കാൻ മോളും മരിച്ചെങ്കിലും ഹൃദയത്തിൽ ഇപ്പോഴും പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് തൻ്റെ പ്രണയിനിയെ, പ്രാണനെ, അമ്മുക്കുട്ടിയെ. നന്ദിനിക്കുട്ടിയുടെ നിലവിളി പതിയെ നേർത്തു വന്നെങ്കിലും ശക്തമായ തേങ്ങയുടെ ചീളുകൾ പിന്നെയും പുറത്തേക്ക് ഒഴുകി. എഴുന്നേൽക്ക് നന്ദിനിക്കുട്ടി. കോപം ഇടയ്ക്ക് ശമിച്ചെങ്കിലും ആരവ് അനുകമ്പയോടെ വിളിച്ചു. എനിക്ക് പൊക്കിയെടുക്കാനുള്ള ആവതില്ല നന്ദിനിക്കുട്ടി, പ്ലീസ്. അവൻ ദയനീയമായി അപേക്ഷിച്ചത് അവളുടെ നെഞ്ചിനെ പൊളിച്ചതും മോളുമായി പിടഞ്ഞെഴുന്നേറ്റ് അവനെ ഉറ്റുനോക്കി. അയാളൊരു തളർച്ചയോടെ കിടക്കയിലേക്കിരുന്നു. നന്ദിനിക്കുട്ടി എന്നോട് ക്ഷമിക്ക്, അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. അവൾ കരച്ചിൽ നിർത്തിയതോടെ ആരതിക്കുട്ടിയും കണ്ണു തുടച്ചു. എൻ്റെ നെഞ്ചിൽ ഇപ്പോഴുണ്ട് എൻ്റെ അമ്മു.
അവളെ അല്ലാതെ മറ്റാരെയും എനിക്ക് പ്രണയിക്കാൻ കഴിയില്ല. എൻ്റെ ഭാഗത്തു നിന്നും അരുതാത്തതായി മോഹം ജനിപ്പിച്ചെങ്കിൽ മാപ്പ്. ആരവിനറിയോ, എനിക്ക് ഇന്നലെയും ഇന്നും തോന്നിയൊരു ഇഷ്ടമല്ല ഇത്. കാറ്റും കോളും ഒന്നടങ്ങിയതോടെ നന്ദിനിക്കുട്ടി അവളുടെ മനസ്സ് തുറന്നു. ആരവ് നെറ്റിലൂടെ അവളെ നോക്കി. അന്ന് ആദ്യമായി കണ്ടില്ലേ സ്കൂളിൽ വെച്ച്? അന്ന് പറഞ്ഞില്ലേ അമ്മുക്കുട്ടിയെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട്, നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടെന്ന്? അന്ന് തോന്നിയ ഇഷ്ട പിന്നീട് പ്രണയമായി മാറി. നന്ദിനിക്കുട്ടി നോവോടെ വിളിച്ചുപോയി. അത്രയേറെ അവനും പിടഞ്ഞുപോയി. ഞാൻ മറ്റൊന്നും കരുതിയില്ല. അവന്റെ സ്വരം വല്ലാതായി. ഒരു പെണ്ണ് അവളുടെ ഇഷ്ടം പ്രകടിപ്പിച്ച നിന്നെ ഞാൻ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ വളരെ മോശമായി കാണുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. നന്ദിനിക്കുട്ടി വളരെ പക്വതയോട് സംസാരിച്ച് അവളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കി. ടീച്ചറായാലും ഞാനൊരു സാധാരണ പെൺകുട്ടി ആരാവും? എൻ്റെ മനസ്സിലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹമില്ലേ? അവളുടെ കാഴ്ചപ്പാട് കൺമുമ്പിൽ തുറന്നപ്പോൾ ആരവിന് ഉത്തരമില്ലാതായി. ആരവ് ചോദിച്ചില്ലേ എനിക്ക് 1 രൂപ വിവരം പോലും ഇല്ലേന്ന്? അതുള്ളത് കൊണ്ട് മാത്ര നന്ദിനിക്കുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നത്, അറിയോ? ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു. എനിക്ക് ആരവിനോട് തോന്നിയ പ്രണയം അതങ്ങനെ എന്നിലുണ്ടാവും. ഇഷ്ടമില്ലെങ്കിൽ നിഴൽ വെട്ടത്ത് പോലും വരില്ലെന്ന് പറയില്ല. കാണും കൂടെ കൺമുന്നിൽ. എന്നിലെ പ്രണയം സത്യമാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യം വരുന്ന നാള് ക്ഷമയോടെ കാത്തിരിക്കും. പ്രണയം കൂടുമ്പോൾ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അവളുടെ പുഞ്ചിരിയോടെ മുഴിഞ്ഞതും തളർന്നു പോയത് അവനായിരുന്നു. മരിച്ചിട്ടും അമ്മുവിനെ ഇത്രയേറെ പ്രണയിക്കുന്ന ആരവിനെ എനിക്ക് വേണം. കൂടെ നിങ്ങളുടെ പ്രണയവും. വിട്ടുകളയാൻ മാത്രം ഞാൻ വിഡ്ഢിയല്ല ഞാൻ. എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്, നിലപാടുകളുണ്ട്. അമ്മുക്കുട്ടിക്ക് മുകളിലോ താഴെയോ വേണ്ട. ആ നെഞ്ചിൽ അമ്മുവിനോടൊപ്പം എനിക്ക് വേണം ഒരു സ്ഥാനം. ഒപ്പം ആർദ്യമോളുടെ അമ്മയായി. വെറുതെ എല്ലാവരും ജീവിക്കാനുള്ള കൊതി കൊണ്ടാ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അസഹ്യമായ വേദനയിൽ അവൾ കരഞ്ഞുപോയി. അവളുടെ കണ്ണുനീര് അവളിലേക്ക് വേദനയായി ഒഴുകി തുടങ്ങി. നോവുറങ്ങി പെയ്തൊഴുകുന്ന മഴയെ നോക്കി ആരവുമില്ലാതെ ഇരുന്നു. അവളുടെ സങ്കടം പെയ്തിറങ്ങുന്നത് തന്റെ നെഞ്ചിലാണെന്ന് അവന് തോന്നി. ടീച്ചറമ്മ കരയാതെ. ഇരുകരങ്ങളാലും ആരതിക്കുട്ടി നന്ദിനിയുടെ സങ്കടം ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. ഒപ്പം വിതുമ്പാനും തുടങ്ങി. ആരവ് കണ്ടിരുന്നു അവർ തമ്മിൽ നിർവചിക്കാൻ കഴിയാത്തൊരു ആത്മബന്ധം, അമ്മയെയും മകളെയും പോലെ. വിതുമ്പലടങ്ങി വന്നപ്പോഴേക്കും മിഴിനീരിലൂടെ ആരവിനെ നോക്കി. അപ്പോഴും ഒരു നിശ്ചല പ്രതിമയായിരുന്നു. അത് കണ്ടതും അവളുടെ നെഞ്ചൊന്നാളി. പാവം, ആൾക്ക് പനിയാണ്, വിശന്നിരിക്കുന്നു. നന്ദിനിക്കുട്ടി വീണ്ടും സങ്കടം വന്നു. കണ്ണുകൾ തുടച്ചിട്ട് ആരതിയുടെ കൈയും വായും മുഖവും കഴുകിച്ച് തിരികെ വന്നു. വാരോ, വിശന്നിരിക്കാതെ കഴിക്ക്, മൂക്കും വിശക്കുന്നുണ്ട്. വളരെ മൃദുവായി മന്ത്രിച്ചതും ആരവ് ഒന്നനങ്ങി. മറ്റൊന്നും ചിന്തിക്കാതെ സ്നേഹപൂർവ്വം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഒന്ന് പിടഞ്ഞെങ്കിലും കൂടെ ചെന്നു. അവശതയും പനിയും കൂടി അവനെയാകെ തളർത്തി കളഞ്ഞിരുന്നു. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പൊതിച്ചോറ് അഴിച്ചു വെച്ചതും അതിൽ നിന്നും ഉയർന്ന വാസന ആരവിന്റെ വിശപ്പ് കൂട്ടി. ഒരമ്മ പാകം ചെയ്ത ഭക്ഷണത്തിന് രുചി. അവയിൽ നിന്നും ഒരു തുള്ളി മിഴിനീടടർന്നു വീണു. കഴിക്കണില്ല ആരവ്? മോൾക്ക് വാരിക്കൊടുക്കുന്നിടയിൽ നന്ദിനി അവനെ നോക്കി. അനങ്ങാതിരുന്നവന് ഒരുരുളൊരുട്ടി ചുണ്ടോട് ചേർത്തു. പ്ലീസ് കഴിക്കാരോ, എന്നോട് ദേഷ്യമായിക്കോളൂ, ആഹാരത്തിനോട് വേണ്ട. ആരവ് പതിയെ വായി തുറന്നതും മെല്ലെ അവന്റെ നാവിലേക്ക് ഉരുള വെച്ചുകൊടുത്തു. സാവധാനം ചവച്ചിറക്കിയതും സ്നേഹത്തിന്റെയും കണ്ണീർ കലർന്ന രുചി നാവിനറിഞ്ഞു. വീണ്ടും അവളൊന്ന് പിടഞ്ഞു. ഓർമ്മകളിൽ അവളാണ്, അമ്മു എന്റെ നെഞ്ചിലും. എന്നിട്ട് കൂടി നന്ദിക്കുട്ടിയുടെ സാമീപ്യം പലപ്പോഴും അമ്മുവിനെ പെരുമാറ്റത്തെ ഓർമ്മിപ്പിക്കുന്നതായി തോന്നിച്ചു. കണ്ടോ, വിശപ്പില്ലാത്ത ആള് മുഴുവൻ കഴിച്ചത്? പുഞ്ചിരിയോടെ അവൻ നോക്കി പറഞ്ഞെങ്കിലും മറുപടി എത്തിയില്ല. അവളത് പ്രതീക്ഷിച്ചതുമില്ല. ആരതിക്കുട്ടിയെ കൊണ്ടുപോയി കൈയും വായും കഴുകിപ്പിച്ചതും തിരികെ വന്നിട്ടും ആരവ് അങ്ങനെ ഒരേ ഒരു ഇരിപ്പായിരുന്നു. ആരവ് എഴുന്നേക്കുന്നില്ലേ? ആരവ് അതൊന്നും കേട്ടില്ല. അവൻ അമ്മൂന്റെ ലോകത്തായിരുന്നു. അവൾ അവനെ കുലുക്കി വിളിച്ചതോടെ ഓർമ്മകളിൽ നിന്നും ഞെട്ടുണർന്ന് നന്ദിനിക്കുട്ടിയെ മിഴിച്ചു നോക്കി.
അവൾ തന്നെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൂടെ പോയി. കിടന്നോടും ആരോ. അവൾ മെല്ലെ അവനെ കിടക്കയിലേക്ക് ചായച്ചു. മോളെയും മടിയിൽ വെച്ച് അവനെ നോക്കി അങ്ങനെ ഇരുന്നു. അവളുടെ നോട്ടം കണ്ടതോടെ സാവധാനം മിഴികളടച്ചു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.